ഹായ് എവ്രി വൺ. നെക്സ്റ്റ് ഇല്ലുസ്ട്രേഷൻ 13 ആ പ്രോബ്ലം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് പറഞ്ഞിട്ടുള്ളത് മെറ്റൽ ലിമിറ്റഡ് ഈസ് എ വൈഡ്ലി ഹെൽഡ് കമ്പനിയാണ്. ദ ഇൻഫർമേഷൻ റിലേറ്റഡ് വിത്ത് ഇറ്റ്സ് ഇൻകം ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ 2023 to 24 നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇൻകം ഫ്രം ബിസിനസ് 1 lakh, ഇൻകം ഫ്രം ബിസിനസ് 1 crore 20 lakh ആണ്. Then interest on government security 40,000. Then short term capital gain 60,000. Long term capital gain 1,20,000. Dividend from domestic companies gross ആണ് 40,000. Then dividend from foreign companies 10,000. Then book profit under section 115 JB 75 lakh ആണ് കൊടുത്തിട്ടുള്ളത്. ആ പ്രീവിയസ് ഇയറിൽ നമുക്ക് കമ്പനിക്ക് ഡൊണേഷൻ ഉണ്ട് ഒരു 2 ലക്ഷം രൂപ. അതിൽ നാഷണൽ ഫണ്ട് ഫോർ കൺട്രോൾ ഓഫ് ഡ്രഗ്സ് അബ്യൂസ് ബൈ ചെക്കിന്റെ ബേസിസിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഈ ഡൊണേഷൻ വരുന്ന സെക്ഷൻ കൂടി നമുക്ക് ഇവിടെ പറഞ്ഞു. ദെൻ നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. അതായത് നമ്മൾക്ക് നമ്മുടെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ നമ്മൾ ഇതിൽ എന്തൊക്കെ എഴുതിയിട്ട് ഇതിലെ ഡിഡക്ഷൻ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൽ വരുന്ന പ്രോബ്ലംസ് നമുക്ക് ഓവർ. ഓക്കെ, നിങ്ങൾ ഇതിൽ എഴുതിയിട്ട് നിങ്ങൾക്ക് ലാസ്റ്റ് അറ്റം വരെ കിട്ടുന്ന ആൻസറും കറക്റ്റ് ആവണം എന്നൊരു നിർബന്ധമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റെപ്പിനാണല്ലോ പ്രോബ്ലത്തിന് മാർക്ക്. നിങ്ങൾക്ക് ലാസ്റ്റ് കിട്ടുന്ന ആൻസർ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ കമ്പനിയുടെ പ്രോബ്ലം നിങ്ങൾ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ എന്താ എഴുതേണ്ടത്? നമ്മുടെ ഇൻകം ഫ്രം ബിസിനസ് ആണ് 1 crore 20 lakh ആണ്. പിന്നെ നമ്മളുടെ ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഓക്കെ, ക്യാപിറ്റൽ ഗെയിനിൽ നമുക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് 60,000 പറഞ്ഞിട്ടുണ്ട്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് 1,20,000 പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ക്യാപിറ്റൽ ഗെയിനിൽ 1,80,000 ഉണ്ട്. അതിനുശേഷം നമുക്ക് വരുന്നത് ഇൻകം ഫ്രം അതർ സോഴ്സസിന്റെ ബേസിസിൽ നോക്കുകയാണെങ്കിൽ ഡിവിഡൻഡ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഡൊമസ്റ്റിക് കമ്പനിയുടെ ഡിവിഡൻഡ് 40,000 ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫോറിൻ കമ്പനിയുടെ ഡിവിഡൻഡ് നമുക്ക് 10,000 ഉണ്ട്. അതിനുശേഷം നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, ഗവൺമെന്റ് സെക്യൂരിറ്റിന്റെ ബേസിസിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, അതും ഉണ്ട് നമ്മുടെ 40,000. അങ്ങനെ നമുക്ക് ഒരു 90,000 ആണ് നമുക്ക് ഇവിടെ വരുന്നത്. അപ്പൊ നമ്മളിത് മൊത്തം ടോട്ടൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് 1,22,70,000 രൂപയാണ് കിട്ടുന്നത്. അപ്പൊ നമ്മൾക്ക് എഴുതേണ്ടതൊക്കെ നമ്മൾ എഴുതി കഴിഞ്ഞു. ഇതിന് ശേഷമാണ് നമ്മൾ ഡിഡക്ഷൻ ചെയ്യാൻ പോകേണ്ടത്. അപ്പൊ ഡിഡക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ആദ്യം തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു ഡൊണേഷൻ ഉണ്ടെന്ന്. ഡൊണേഷൻ വരുന്ന സെക്ഷൻ ഏതാണ്? നമ്മുടെ 80Gയിലാണ് വരുന്നത്. അപ്പൊ 80G ഒരു 2 ലക്ഷം രൂപ നമ്മൾ അവിടെ നിന്ന് മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 1,20,70,000 രൂപ നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ ടോട്ടൽ ഇൻകം. ഈ ടോട്ടൽ ഇൻകത്തിന്റെ ബേസിസിൽ നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യും. ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുന്നിലായിട്ട് നമ്മളുടെ ഈ LTCGന്റെ ബേസിസിൽ നമുക്ക് ഒരു ടാക്സ് കൂടി ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് LTCG ഉള്ളത് മൊത്തം 1,20,000 ആണ്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ, അതിന്റെ 20% നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ടാകും. അപ്പൊ അതിന്റെ 20% എന്ന് പറയുമ്പോൾ 24,000 ആണ് നമ്മൾക്ക് വരുന്നത്. പിന്നെ നമ്മൾക്ക് വരുന്നത് നമ്മുടെ 1,20,70,000 നമ്മളുടെ 1,20,000 മൈനസ് ചെയ്ത് കളയുന്ന സമയത്ത് ദെൻ നമുക്ക് ബാക്കി വരുന്നത് 1,19,50,000 രൂപ കിട്ടും. അതിന്റെ 30% കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിന്റെ 30% നമുക്ക് 35,85,000 രൂപ കിട്ടും. പിന്നെ ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്യുന്ന സമയത്ത് 36,09,000 രൂപയാണ് ടോട്ടൽ നമ്മൾക്ക് കിട്ടുന്നത്. ഈ ടോട്ടൽ ഒരു എമൗണ്ട് കിട്ടിയില്ലേ? ഈ എമൗണ്ടിന്റെ സർചാർജ് നമ്മൾക്ക് വരുന്നുണ്ട്. 7% സർചാർജ് വരുന്നുണ്ട്. അത് 2,52,630 വരുന്നുണ്ട്. അതിൽ നിന്ന് നമ്മൾ ഈ എമൗണ്ട് കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് 38,61,630 രൂപ വരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് എന്തുണ്ട്? സെസ് കൂടി ഉണ്ട്. സെസ് നമ്മുടെ 4% ആണ്. 4% ഈ എമൗണ്ടിന്റെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 1,54,465 വരുന്നുണ്ട്. അതും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് 40,16,095 രൂപയാണ് നമ്മൾക്ക് വരുന്നത്. ഓക്കെ, പിന്നെ നമ്മളുടെ ബുക്ക് പ്രോഫിറ്റിന്റെ ബേസിസിൽ കൂടി ഇവർ ടാക്സ് ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ബുക്ക് പ്രോഫിറ്റിന്റെ ബേസിസിൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മൊത്തം 75 ലക്ഷമാണ് നമുക്ക് ബുക്ക് പ്രോഫിറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, 75 ലക്ഷമാണ് നമുക്ക് വരുന്നത്. നമുക്ക് പറഞ്ഞിട്ടുണ്ട് 15 JJBയുടെ ബേസിസിൽ എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? നമുക്ക് ബുക്ക് പ്രോഫിറ്റ് 75 ലക്ഷമല്ല പറഞ്ഞിട്ടുള്ളത്. 75 ലക്ഷത്തിന്റെ 15% നമ്മൾ നോക്കുന്ന സമയത്ത് 11,25,000 രൂപയാണ് നമ്മൾക്ക് വരുന്നത്. പിന്നെ അതിന്റെ എഡ്യൂക്കേഷൻ സെസ് നമ്മൾ നോക്കുന്ന സമയത്ത് അതിന് സർചാർജ് ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ എഡ്യൂക്കേഷൻ സെസ് നോക്കുന്ന സമയത്ത് 45,000 വരുന്നത്. അങ്ങനെ അത് പ്ലസ് ചെയ്യുന്ന സമയത്ത് 11,70,000 വരുന്നത്. പക്ഷെ നമ്മളുടെ ഓൾറെഡി നമുക്ക് കിട്ടിയ എമൗണ്ട് നമ്മൾ പേയബിൾ ചെയ്യേണ്ടത് എത്രയാണ്? 40 ലക്ഷത്തിന്റെ അടുത്തല്ലേ. അപ്പൊ നമ്മൾ ഉറപ്പായിട്ടും ടാക്സ് ചെയ്യേണ്ടത് ഏതിനാണ്? 40 ലക്ഷത്തിനാണ് നമ്മൾ ടാക്സ് ചെയ്യല്. ഓക്കെ, ഈ സർചാർജ് വരുന്നത് ഒരു ലിമിറ്റ് ഉണ്ട്. എമൗണ്ടിന്റെ ബേസിസിലായിരിക്കും നമുക്ക് സർചാർജ് വരുന്നത്. ദെൻ എഡ്യൂക്കേഷൻ സെസ് നമുക്ക് എല്ലാ ഭാഗവും വരുന്നതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു പ്രോബ്ലം വന്നാൽ ചെയ്യേണ്ടത്. ആദ്യം ഇതെല്ലാം നമ്മൾ എഴുതേണ്ടതൊക്കെ എഴുതിയതിനു ശേഷം ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാൻ അറിയാലോ, ഇതെല്ലാം നമ്മൾ എഴുതും. എഴുതിയതിനു ശേഷം നമ്മളുടെ
ഡിഡക്ഷൻ നമ്മൾ ചെയ്യും. ഡിഡക്ഷൻ ചെയ്തതിന് ശേഷം നമ്മുടെ LTCG നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. പിന്നെ ബാക്കിയുള്ളത് നമ്മൾ 30% കാൽക്കുലേറ്റ് ചെയ്യും. ഇതുവരെ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാലോ. പിന്നെ ഇതിന് ശേഷം വരുന്നത് മേ ബി നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടിയില്ല എന്നാണെങ്കിലും ഇത്ര വരെ ഉള്ളതിന് മാർക്ക് കിട്ടത്തല്ലോ. അപ്പൊ അതിന്റെ ബേസിസിൽ നിങ്ങൾ കമ്പനി ചെയ്യുക. ഓക്കെ. ദെൻ നെക്സ്റ്റ് നമ്മൾക്കൊരു പ്രോബ്ലം പറയുന്നുണ്ട്. ഏകദേശം അതുപോലെ വരുന്ന ഒരു പ്രോബ്ലം തന്നെയാണ്. ഓക്കെ. ദ ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ് ഓഫ് ദ ഇൻകം ഇസ് given by a P Limited domestic company ആണ് in which the public substantially interested ആണ് for the previous year 2023-24. അതിൽ നമുക്ക് profit of the business after deduction of donation given to an approved charitable institution എന്ന് പറയുന്നത് 2 lakh ആണ്. ബുക്ക് പ്രോഫിറ്റ് ആസ് പെർ സെക്ഷൻ 115 JB ഉള്ളത് 6 ലക്ഷം രൂപയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഡിവിഡൻഡ് ഉണ്ട്. ഡൊമസ്റ്റിക് കമ്പനിയുടെ ഡിവിഡൻഡ് 25,000 രൂപ. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് 12,000. പിന്നെ ഡൊണേഷൻ പെയ്ഡ് ബൈ ചെക്ക് ടു എ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ 30,000. ദെൻ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഇവിടെ ഉള്ളത് 60,000 ആണ്. ഇതിൽ ദ കമ്പനി ഡെപ്പോസിറ്റഡ് ആൻ എമൗണ്ട് 12,000 ആൻഡ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് of in India during 2023-24. The company distributed gross dividend of 90,000 on 1/12/2023. You are required to compute taxable income of the company and the amount of tax to be paid by its for the assessment year 2024-25 ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം എഴുതേണ്ടത് നമ്മുടെ ഇൻകം ഫ്രം ബിസിനസ് ആണ്. ഇൻകം ഫ്രം ബിസിനസ്സിൽ നമുക്ക് ബിസിനസ് പ്രോഫിറ്റ് കിട്ടിയത് 2 ലക്ഷം രൂപയാണ് നമുക്ക് ബിസിനസ് പ്രോഫിറ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് നമ്മൾക്ക് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് അഡ്മിസിബിൾ ആയിട്ടുള്ള ഇൻകംസും കാര്യങ്ങളാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട് ദ ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ് ഓഫ് ഇൻകം ഇസ് ഗിവൻ ബൈ ദ ഡൊമസ്റ്റിക് കമ്പനി എന്നാണ് നമ്മൾക്ക് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതിന്റെ മുന്നിൽ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മെറ്റൽ ലിമിറ്റഡ് ഇസ് എ വൈഡ്ലി ഹെൽഡ് കമ്പനി ആയിട്ടാണ്. വൈഡ്ലി ഹെൽഡ് കമ്പനി ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്തു? നമ്മൾക്ക് കിട്ടിയ കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്തു. പക്ഷെ നമ്മുടെ ബിസിനസ്, അതായത് നമ്മുടെ ബിസിനസ് ഓർ പ്രൊഫഷനിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ഇൻഅഡ്മിസിബിൾ എക്സ്പെൻസസും ഇൻകമും വരും. അതേപോലെ തന്നെ അഡ്മിസിബിൾ ഇൻകമും എക്സ്പെൻസസും വരും. അതിന്റെ ബേസിസിലാണല്ലോ നമ്മൾ അത് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്. ഓക്കെ. അപ്പൊ നമ്മളുടെ ആദ്യം നമ്മൾ പ്രോഫിറ്റ് എഴുതി. അതിനുശേഷം നമ്മളുടെ എക്സ്പെൻസസ് നോട്ട് അലൗഡ് അതൊക്കെ നമ്മൾ ആഡ് ചെയ്യും. അപ്പൊ നമുക്ക് വരുന്നത് ഡൊണേഷൻ ഉണ്ട്. ഡൊണേഷൻ ഒരു 30,000 രൂപയുണ്ട്. പിന്നെ നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ ഒരു 60,000 രൂപയുണ്ട്. അതിനുശേഷം ഇൻകം ഫ്രം അതർ സോഴ്സസിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ഒരു 12,000, ഡിവിഡൻഡ് ഫ്രം ഡൊമസ്റ്റിക് കമ്പനി ഒരു 25,000 ഉണ്ട്. അങ്ങനെ മൊത്തം 37,000 രൂപ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ മൊത്തം ടോട്ടൽ ചെയ്യുന്ന സമയത്ത് 3,27,000 വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾക്ക് കഴിഞ്ഞു. പിന്നെ നമുക്ക് വരുന്നത് നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. ഗ്രോസ് ടോട്ടൽ ഇൻകം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡൊണേഷന്റെ കാര്യം കൂടി നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഡൊണേഷന്റെ കാര്യം പറയുമ്പോൾ ഈ 3,27,000 നിന്ന് നമ്മുടെ ഡൊണേഷൻ ആയിട്ട് കിട്ടിയ 60,000 രൂപ മൈനസ് ചെയ്തിട്ട് അതിന്റെ 10% എടുക്കുന്ന സമയത്തായിരിക്കും നമുക്ക് കിട്ടുന്നത്. 10% എടുക്കുമ്പോൾ 26,700 കിട്ടും. ആ 26,700ന്റെ 50% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പൊ നമുക്ക് ഇതിൽ 50%, അതേപോലെ തന്നെ 100% വിത്ത് ലിമിറ്റ്, 50% വിത്ത് നോ ലിമിറ്റ്, അങ്ങനെ പറയുന്ന കാര്യങ്ങളില്ലേ, ആ സംഭവമാണ് നമുക്ക് ഇവിടെ വരുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് ഡിഡക്ഷൻ അലൗഡ് ആകുന്നത് 50% ആണ്. 26,700 50%, 13,350 ആണ് വരുന്നത്. അപ്പൊ നമ്മൾ അത് മൈനസ് ചെയ്ത് കളയും അതിൽ നിന്ന്. അപ്പൊ നമുക്ക് 3,13,650 ആണ് കിട്ടുന്നത്. പിന്നെ നമ്മുടെ ടോട്ടൽ ഇൻകത്തിലോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ എത്രയുണ്ട്? 60,000 പറഞ്ഞു. ആ 60,000ന്റെ 20% കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 12,000 ആണ് വരുന്നത്. പിന്നെ ബാക്കിയുള്ള 2,53,650ന്റെ 30% കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 76,95 ഇത് മൊത്തം കൂടി നമ്മൾ പ്ലസ് ചെയ്യുന്ന സമയത്ത് 88,95 വരുന്നത്. അപ്പൊ 88,95ന്റെ സെസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അത് നമ്മളുടെ 3,524 ആണ്. ഇവിടെ സർചാർജ് ഇല്ല. അപ്പൊ നമ്മളുടെ ഈ രണ്ട് എമൗണ്ടും പ്ലസ് ചെയ്യുന്ന സമയത്ത് 91,619 വരുന്നത്. ഓക്കെ. അതിനുശേഷം നമ്മുടെ ബുക്ക് പ്രോഫിറ്റ് എത്രയാണ് തന്നിട്ടുള്ളത്? ബുക്ക് പ്രോഫിറ്റ് 115 JBന്റെ ബേസിസിൽ 6 ലക്ഷം രൂപയാണ് നമുക്ക് ബുക്ക് പ്രോഫിറ്റ് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മളുടെ അതിന്റെ 15% നമ്മൾ എടുക്കുമല്ലോ. 15% എടുക്കുമ്പോൾ 90,000 ആണ്. അതിനുശേഷം അതിന്റെ സെസ് നോക്കുമ്പോൾ 3,600 ആണ്. അപ്പൊ രണ്ടും കൂടി പ്ലസ് ചെയ്യുന്ന സമയത്ത് 93,600 ആണ് ഇവിടെ വരുന്നത്. അപ്പൊ നമുക്ക് ഹയസ്റ്റ് ആയിട്ട് എമൗണ്ട് വന്നത് 93,600 ആണ് നമുക്ക് വന്നത്. അപ്പൊ അതായിരിക്കും നമ്മൾ അവിടെ ടാക്സബിൾ. ഇതാണ് ഈ പ്രോബ്ലം. ദെൻ അതിനുശേഷം നമ്മൾക്ക് വരുന്നത് ഇന്നൊരു പ്രോബ്ലം കൂടി പറയുന്നുണ്ട്. ഇതും കൂടി നോക്കാം. ഓക്കെ. ഇതും കൂടി നോക്കിയിട്ട് നമുക്ക് ബിസിനസ് ഇൻകത്തിന്റെ ബിസിനസ് കമ്പനിയുടെ പ്രോബ്ലം നമുക്ക് എൻഡ് ചെയ്യാം. ഓക്കെ. അപ്പൊ നമുക്ക് ഇതിലൊരു പ്രോബ്ലം പറയുന്നത് ദ ഫോളോയിങ് ഇൻഫോർമേഷൻസ് കമ്പ്യൂട്ട് ദ ടാക്സ് ലയബിലിറ്റി ഓഫ് ദ സാന്റ ലിമിറ്റഡ് ഫോർ ദ അസസ്മെന്റ് ഇയർ 2024-25. ഇതിൽ നമുക്ക് P&L അക്കൗണ്ട് ആയിട്ടാണ് തന്നിട്ടുള്ളത്. ഓക്കെ. P&L അക്കൗണ്ടിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്? റോ മെറ്റീരിയൽ, സാലറി, വേജസ്, എന്റർടൈൻമെന്റ് എക്സ്പെൻഡിച്ചർ, ട്രാവലിംഗ് എക്സ്പെൻഡിച്ചർ, അങ്ങനെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ഡെബിറ്റ് സൈഡ് തന്നേക്കുന്നുണ്ട്. നോക്കിയേക്കെ
പിന്നെ നമ്മുടെ ക്രെഡിറ്റ് സൈഡ് നമുക്ക് ഡൊമസ്റ്റിക് സെയിൽസ് ഓഫ് ഗുഡ്സ്, എക്സ്പോർട്സ് ഓഫ് ഗുഡ്സ്, അതർ റെസിപ്റ്റ്സ്, ഡിവിഡൻഡ് ഫ്രം ഇന്ത്യൻ കമ്പനി എന്ന് പറഞ്ഞിട്ട് അവിടെ നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ അതിനുശേഷം നമുക്ക് അഡ്ജസ്റ്റ്മെന്റ്സ് ആയിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80IAC എന്ന് പറയുന്നത് 100% ആണ്. 100% ആണ് നമുക്ക് വരുന്നത്. നമ്മുടെ 14,89,311 ബേസിസിലാണ് നമുക്ക് അവിടെ പറയുന്നത്. പിന്നെ കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ട്, 50,000 ആണ്. റിട്ടൈനിങ് ടു 2022-23 ബേസിസിൽ പേ ഡ്യൂറിംഗ് ദ ഇയർ 2023-24 ആണ് പേ ചെയ്യുന്നത്. പിന്നെ ഡിപ്രീസിയേഷൻ ഉണ്ട് അണ്ടർ സെക്ഷൻ 32 ബേസിസിൽ 6 ലക്ഷം രൂപ. പിന്നെ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സൈസ് ഡ്യൂട്ടി ഉണ്ട് നമുക്ക് പെയ്ഡ് 12th December 2024 ആണ് അവർ പേ ചെയ്തത്. പിന്നെ അസറ്റ്സ് ഹൂസ് ബുക്ക് വാല്യൂ വന്നിട്ട് 8,000 ആണ്, 8 lakh ആണ്. ഓക്കെ, 8 lakh ആണ്. റീവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് 20 ലക്ഷം രൂപയാണ് കിട്ടിയത്. പിന്നെ നമുക്ക് ദ കമ്പനി വോണ്ട് ടു സെറ്റ് ഓഫ് ദ ഫോളോയിങ് കമ്പനീസ് നമ്മുടെ സെറ്റ് ഓഫും ക്യാരി ഫോർവേഡും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. സെറ്റ് ഓഫ് എന്താണ്, ക്യാരി ഫോർവേഡ് എന്താണെന്നൊക്കെ നമ്മളുടെ ഓൾറെഡി പഠിച്ചതാണ്. അതല്ലാതെ ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് പോയിക്കോളൂ. ഓക്കെ, അപ്പോഴല്ലേ നിങ്ങൾക്ക് എക്സാമിന് അതെന്താ ചെയ്യേണ്ടത് എന്നുള്ളത് അറിയത്തുള്ളൂ. അതൊക്കെ ജസ്റ്റ് വായിച്ചാൽ മതി. പിന്നെ നമുക്ക് ഇതിൽ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് 2020-21 7,40,000. അൺഒബ്സർവ് ഡിപ്രീസിയേഷൻ ആയിട്ടുണ്ട് 3 ലക്ഷവും. അക്കൗണ്ടിംഗ് പർപ്പസിന്റെ ബേസിസിലാണെങ്കിൽ അത് രണ്ടെണ്ണത്തിന്റെയും 8 ലക്ഷവും 4,50,000 ഇത് നമ്മൾ സെറ്റ് ഓഫും ക്യാരി ഫോർവേഡും ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്കിതിൽ ക്വസ്റ്റ്യൻ ആയിട്ട്. ദെൻ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് എടുക്കേണ്ടത്, എന്തൊക്കെയാണ് ആവശ്യമില്ലാത്തത് എന്നുള്ളത് നമ്മൾ നോക്കണം. ഈ P&L അക്കൗണ്ട് നമുക്ക് തന്നിട്ടുള്ള സമയത്ത് നമ്മൾ ഒരു ടാക്സബിൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ റോ മെറ്റീരിയൽ, സാലറി, എന്റർടൈൻമെന്റ് എക്സ്പെൻസസ്, ട്രാവലിംഗ് എക്സ്പെൻഡിച്ചർ ഈ കാര്യങ്ങൾ നമുക്ക് ആവശ്യമില്ല. ഓക്കെ, അതൊക്കെ അവർ തന്നിട്ടുള്ളതാണ്. അതൊക്കെ നമ്മളൊക്കെ ഇതെടുത്ത് എഴുതും എന്നുള്ളതിന്റെ ബേസിസിലാണ് അവർ തന്നിട്ടുള്ളത്. പക്ഷെ അതൊന്നും നമുക്ക് ആവശ്യമില്ല. അതേപോലെ തന്നെ ഈ ഡൊമസ്റ്റിക് സെയിൽസ് ഓഫ് ഗുഡ്സ്, എക്സ്പോർട്ട് ഗുഡ്സ്, അതർ റെസിപ്റ്റ്സ് ഈ കാര്യങ്ങൾ നമുക്ക് ആവശ്യമില്ല. ഓക്കെ, നമുക്ക് വേണ്ടത് ടാക്സിന്റെ ആവശ്യങ്ങളുടെ ബേസിസിലാണല്ലോ. അപ്പൊ ഇൻകം ടാക്സ് എന്താണ്, വെൽത്ത് ടാക്സ് എന്താണ്, ഔട്ട്സ്റ്റാൻഡിംഗ് ഡ്യൂട്ടി എന്താണ്, പിന്നെ പ്രൊവിഷൻസ് ഒക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്. ഡിവിഡന്റ്, ഡിസ്ട്രിബ്യൂട്ടഡ് ഡിവിഡന്റ്, നമ്മൾ റീവാലുവേഷൻ ചെയ്തത്, ഈ കാര്യങ്ങളൊക്കെ മതി നമ്മൾക്ക്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡിവിഡന്റ് ഫ്രം ഇന്ത്യൻ കമ്പനിയിൽ നിന്ന് കിട്ടിയ ആ ഡിവിഡന്റ് നമുക്ക് മതി. പിന്നെ നമ്മുടെ പെർപ്പസ്, അതായത് നമ്മൾ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ബേസിസിലാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ നെറ്റ് പ്രോഫിറ്റ് പറയുന്നുണ്ട്. നെറ്റ് പ്രോഫിറ്റ് എത്രയാ പറഞ്ഞത്? 14,89,311 രൂപയാണ് നെറ്റ് പ്രോഫിറ്റ്. ഈ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് നമ്മളുടെ എക്സ്പെൻസസ്, ഡിസലൗഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് അവിടെ ആഡ് ചെയ്തേക്കും നോക്കിയേ. അപ്പൊ നമ്മുടെ എക്സസ് ഓഫ് ഡിപ്രീസിയേഷൻ നമ്മൾ റിട്ടേൺ ഓഫ് ചെയ്തത് നമുക്ക് 40,000 രൂപ. ഡിപ്രീസിയേഷൻ ഉള്ളത് 6 ലക്ഷം രൂപയാണ് നമുക്ക് ഡിപ്രീസിയേഷൻ ഉള്ളത്. പക്ഷെ നമ്മുടെ റീവാലുവേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് 6,40,000 ആണ് നമുക്ക് P&L അക്കൗണ്ടിൽ തന്നിട്ടുണ്ട്. നമ്മളത് മൈനസ് ചെയ്ത് കളയുന്ന സമയത്ത് 40,000 രൂപ നമ്മൾ അവിടെ ചെയ്താൽ മതി. ഓക്കെ, പിന്നെ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സൈസ് ഡ്യൂട്ടി 15,000, ഇൻകം ടാക്സ് 2 lakh, വെൽത്ത് ടാക്സ് 5,000, പ്രൊവിഷൻ ഫോർ അൺസർട്ടനിറ്റി ആൻഡ് ലൈബിലിറ്റി നമ്മുടെ 40,000 ഉണ്ട്. ഡിവിഡന്റ് പെയ്ഡ് 52,000 ഉണ്ട്. പിന്നെ നമ്മുടെ DTD എന്ന് പറയുമ്പോൾ നമുക്കൊരു 10,689 കൂടി നമുക്ക് വരുന്നുണ്ട്. അതായത് ഡിവിഡന്റ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ്. ഓക്കെ, അതും കൂടി, ഇതെല്ലാം കൂടിയാണ് നമുക്ക് വരുന്നത്. ഇതെല്ലാം നമ്മൾ പ്ലസ് ചെയ്യുന്ന സമയത്ത് 3,62,689 വരും. ഇത് നമ്മൾ ഇതിന്റെ കൂടെ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 18,52,000 ആണ് വരുന്നത്. ദെൻ ഇതിൽ നിന്ന് നമ്മൾ നമ്മുടെ കസ്റ്റംസ് ഡ്യൂട്ടി പെയ്ഡ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ലെസ് ചെയ്യും. കസ്റ്റംസ് ഡ്യൂട്ടി 50,000, ഡിവിഡന്റ് ഇൻകം ആയിട്ടുള്ള 3,22,000 മൈനസ് ചെയ്ത് കളയുക. അപ്പൊ നമ്മുടെ 3,72,000 രൂപ നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്യും? മൈനസ് ചെയ്ത് കളയും. അപ്പൊ നമുക്ക് 14,80,000 രൂപ കിട്ടും. ഓക്കെ, അപ്പൊ ഈ 14,80,000 രൂപയുടെ ബേസിസിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിൽ നമ്മൾക്ക് ബിസിനസ് ലോസ് ഉണ്ട്. ബിസിനസ് ലോസ് നമുക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ചെയ്യണമെന്നും. 7,40,000 രൂപ ബിസിനസ് ലോസ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യും? ലെസ് ചെയ്യും. ലെസ് ചെയ്യുമ്പോൾ നമുക്ക് ബാലൻസ് 7,40,000 രൂപ വരും. പിന്നെ അൺഒബ്സർവ്ഡ് ഡിപ്രീസിയേഷൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞല്ലോ, അതും നമ്മൾ മൈനസ് ചെയ്യും. 3 ലക്ഷം രൂപ ഉണ്ടല്ലോ, അതും മൈനസ് ചെയ്യുമ്പോൾ 4,40,000 രൂപയാണ് നമുക്ക് വരുന്നത്. പിന്നെ നമ്മളുടെ 80IACന്റെ ബേസിസിൽ ഒരു ഡിഡക്ഷൻ പറയുന്നുണ്ട്. ഡിഡക്ഷൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് 14,89,311 ആണ്. അത് നെറ്റ് പ്രോഫിറ്റിന്റെ ബേസിസിലാണ് ഡിഡക്ഷൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എല്ലാം കൂടി വരുന്ന സമയത്ത് നമ്മൾക്ക് കിട്ടിയത് 4,40,000 രൂപയാണ്. അവർ പറഞ്ഞതിനെക്കാട്ടിലും നമ്മൾക്ക് എന്താണ് കുറവാണുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതിനെ നമ്മൾ അങ്ങോട്ട് ഡിഡക്ട് ചെയ്ത് കളയും. 100% ഡിഡക്ഷൻ എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അതും കൂടി മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ഇൻകം ഇല്ല. അതായത് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് നമുക്ക് നില്ലാണ്. ഓക്കെ, ഇതിന് ശേഷമാണ് നമ്മളുടെ 115 JBന്റെ ബേസിസിലുള്ള കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് ആണ്. നെറ്റ് പ്രോഫിറ്റ് 14,89,311. അതിന്റെ കൂടെ നമ്മളുടെ ഡിപ്രീസിയേഷൻ ആയിട്ടുള്ള 6,40,000, ഇൻകം ടാക്സും
ഇൻകം ടാക്സ് 2 ലക്ഷവും പ്രൊവിഷൻ ഫോർ അൺസർട്ടനിറ്റി ആൻഡ് ലയബിലിറ്റി ഒരു 40,000, ഡിവിഡൻഡ് 52,000, DTD ഒരു 10,680. അങ്ങനെ മൊത്തം 9,42,689 കൂടെ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് 24,32,000 ആണ് വരുന്നത്. പിന്നെ നമ്മളുടെ ഡിപ്രീസിയേഷൻ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്മളുടെ ഡിപ്രീസിയേഷൻ നമ്മൾ ഇവിടെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്കിവിടെ പറഞ്ഞിട്ടുള്ളത് വാല്യൂ ഓഫ് ദ അസറ്റ്സ് എന്ന് പറയുന്നത് 20 ലക്ഷം രൂപയാണ് അല്ലെ. 20 ലക്ഷം രൂപയാണ് നമുക്ക് വാല്യൂ ഓഫ് ദ അസറ്റ്സ് പറഞ്ഞിട്ടുള്ളത്. അതായത് അസറ്റ്സ് ഹൂസ് ബുക്ക് വാല്യൂ വാസ് 8 lakh വാസ് റീവാല്യൂ 20 lakh എന്ന് പറഞ്ഞിട്ടില്ലേ, ആ 20 ലക്ഷം രൂപയാണ്. ഡിപ്രീസിയേഷൻ വന്നിട്ടുള്ളത് 6,40,000 രൂപയാണ് നമുക്ക് അതായത് P&L അക്കൗണ്ടിലുള്ളത്. ഓക്കെ, ഈ ഡിപ്രീസിയേഷൻ വരുന്ന സമയത്ത് നമുക്ക് ബുക്ക് വാല്യൂല് വന്നത് 8 ലക്ഷം രൂപയാണ്. 8 ലക്ഷം രൂപയിലാണല്ലോ ബുക്ക് വാല്യൂ കിട്ടിയത്, 8 ലക്ഷം രൂപ. അപ്പൊ നമ്മളുടെ 6,40,000 ഡിവൈഡഡ് ബൈ 20 ലക്ഷം ഇൻറ്റു 8 lakh ചെയ്യുന്ന സമയത്താണ് നമുക്ക് 2,56,000 നമുക്ക് ഡിപ്രീസിയേഷൻ ആയിട്ട് കിട്ടുന്നത്. ആ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യണം. ഡിപ്രീസിയേഷൻ നമ്മൾ എന്ത് ചെയ്ത് കളയും, മൈനസ് ചെയ്ത് കളയും. ദെൻ നമ്മളുടെ ബിസിനസ് ലോസ് ഓർ അൺഒബ്സർവ്ഡ് ഡിപ്രീസിയേഷൻ, ഇതിൽ വിച്ച് എവർ ലെസ് എന്നുള്ളതാണ് നമ്മൾ എടുക്കേണ്ടത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് 4,50,000 ആണ് നമുക്ക് അൺഒബ്സർവ്ഡ് ഡിപ്രീസിയേഷന്റെ അവിടെ കിടക്കുന്നത്. ഓക്കെ, അതും കൂടി നമ്മൾ എടുക്കും. പിന്നെ ഡിവിഡൻഡ് ഇൻകം 3,22,000 നമുക്ക് ഉണ്ടല്ലോ, അതും കൂടി നമ്മൾ എടുക്കും. അപ്പൊ ഈ 3 നമ്മൾ എന്ത് ചെയ്ത് കളയും, മൈനസ് ചെയ്ത് കളയും. ഈ 3 കൂടി നമുക്ക് 10,28,000 വരും. ഈ 10,28,000 നമ്മൾ നമ്മളുടെ ഓൾറെഡി ഉള്ള ഇൻകത്തിന്റെ 24,32 ഇത് മൈനസ് ചെയ്യുന്ന സമയത്ത് 14,04,000 രൂപ കിട്ടും. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മുടെ 15 JB ബേസിസിൽ വരുന്ന 15% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 2,10,600 ആണ് കിട്ടുന്നത്. സർചാർജ് നമുക്ക് ഇവിടെ ഇല്ല. പിന്നെ അതിന്റെ ബേസിസിൽ ഒരു സെസ് കൂടിയുണ്ട്. അതും കൂടി നമ്മൾ വരുന്ന സമയത്ത് 8,424 സെസ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് മൊത്തം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് 2,19,24 നമുക്കിവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾക്ക് ഒരു P&L അക്കൗണ്ട് തന്നിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇതൊക്കെ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇതാണ് നമ്മൾക്ക് ഇൻകം ടാക്സിൽ നമ്മളുടെ ഈ കമ്പനി അസസ്മെന്റ് ഓഫ് കമ്പനീസിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഇങ്ങനത്തെയൊക്കെ ചോദിക്കത്തുള്ളൂ. ഒന്നില്ലെങ്കിൽ P&L അക്കൗണ്ട്, അല്ലെങ്കിൽ നമുക്ക് നോർമൽ ആയിട്ടുള്ള ഒരു ഇൻകം തന്നിട്ട് നമ്മൾ നോർമലായിട്ട് ആഡ് ചെയ്തിട്ട് എഴുതുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ഇൻകം തന്നിട്ട് നമ്മുടെ എക്സ്പെൻസസ് നമ്മൾ ആഡ് ചെയ്തിട്ട് അല്ലാതെ വരുന്ന കാര്യങ്ങൾ നമ്മൾ ലെസ് ചെയ്തിട്ട് എഴുതുന്നത്. ഇങ്ങനെയുള്ള 3 പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന്. ഇതിന് ശേഷം വരുന്നത് നമ്മുടെ സ്പെഷ്യൽ പ്രൊവിഷൻസ് ആണ് റിലേറ്റിംഗ് ടു ഇൻകം ഓഫ് ഷിപ്പിംഗ് കമ്പനീസിന്റെ ബേസിസിൽ വരുന്ന സെക്ഷൻ 115(v) to 115(v)(c) ബേസിസിൽ വരുന്നതാണ്. ഈ സംഭവം എന്താന്ന് വെച്ചാൽ നമ്മളുടെ ഒരു ടണ്ണേജ് ടാക്സിന്റെ ബേസിസിലൊക്കെ വരികയാണ്. ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ഇതിന്റെ ഫീച്ചേഴ്സ് ആണ്. ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ കമ്പനി ഓയിങ് അറ്റ്ലീസ്റ്റ് 1 ക്വാളിഫയിങ് ഷിപ്പ് വേണം. ഓക്കെ, ജോയിൻ ചെയ്യാനായിട്ട്, ഷിപ്പിംഗിലോട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ക്വാളിഫയിങ് ഷിപ്പ് എസ് 1 with a minimum tonnage 15 ton having a valid certificate അതിന് വേണം. പിന്നെ if a company is incorporated after the initial period or company which is incorporated before the initial period ആണെങ്കിൽ become the qualifying company for the first time after the initial period ശേഷമാകും. അതേപോലെ തന്നെ this applicable is required to be made within 3 months of the date incorporation or the date on which it become qualifying company ആയിട്ട് മാറും. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾക്ക് ഈ ക്വാളിഫയിങ് കമ്പനി എന്താണെന്നുള്ളത് അറിയണ്ടേ. ഈ ക്വാളിഫയിങ് കമ്പനി എന്ന് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ ഇന്ത്യൻ കമ്പനി ആകണം, ദെൻ അതേപോലെ തന്നെ അതിന്റെ എഫക്റ്റീവ് പ്ലേസ് മാനേജ്മെന്റ്സും കാര്യങ്ങളും ഇന്ത്യയിലാകണം, പിന്നെ അതിന് ഒരു ഷിപ്പെങ്കിലും വേണം. പിന്നെ അതിന് മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു ക്യാരി ഓൺ ദ ബിസിനസ് ഓഫ് ഓപ്പറേറ്റിംഗ് ഷിപ്പ് ആകണം. ഓക്കെ, പിന്നെ ഈ ക്വാളിഫയിങ് ഷിപ്പ് എന്ന് പറയുന്ന സമയത്ത് അതിന്റെ സീ ഗോയിങ് ഷിപ്പ് ഓർ വെസൽ എന്ന് പറയുന്നത് 15 ടൺ അല്ലെങ്കിൽ അതിൽ കൂടുതലാകണം. പിന്നെ ഇത് രജിസ്റ്റർ ചെയ്തിരിക്കണം. എവിടെയൊക്കെ രജിസ്റ്റർ ചെയ്തിരിക്കണം? അണ്ടർ ദ മെർച്ചന്റ് ഷിപ്പിംഗ് ആക്ട് 1958 ബേസിസിലും ഔട്ട്സൈഡ് ഇന്ത്യ ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് എ ലൈസൻസ് ഹാസ് ബീൻ ഇഷ്യൂഡ് ബൈ ദ ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് അണ്ടർ സെക്ഷൻ 106(2) അല്ലെങ്കിൽ 107 ബേസിസിൽ മെർച്ചന്റ് ഷിപ്പിംഗ് ആക്ട് 1958 ബേസിസിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. പിന്നെ അതേപോലെ തന്നെ വാലിഡ് സർട്ടിഫിക്കറ്റ് വേണം. ദെൻ ഒരു ക്വാളിഫയിങ് ഷിപ്പ് അല്ലാത്തത് ഏതൊക്കെയാണ്? ഇപ്പൊ പറഞ്ഞ നമ്മുടെ ക്വാളിഫയിങ് ഷിപ്പാണ്. ക്വാളിഫയിങ് ഷിപ്പ് അല്ലാത്തത് ഏതൊക്കെയാണ്? ഈ സീ ഗോയിങ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ പറഞ്ഞില്ല, അതിന്റെ പ്രൊവിഷൻസ് ഗുഡ്സ് ആൻഡ് സർവീസസ് കാര്യങ്ങൾ ലാൻഡ്, അതായത് പ്രൊവൈഡ് ലാൻഡ് ബേസിസിലൊക്കെ വരുന്ന സമയത്ത് ഗുഡ്സ് സർവീസസ് ഈ നോർമലി പ്രൊവൈഡ് ലാൻഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അതൊരു ക്വാളിഫൈഡ് അല്ല. പിന്നെ ഫിഷിംഗ് വെസൽസും ക്വാളിഫൈഡ് അല്ല. പിന്നെ ഫാക്ടറി ഷിപ്പും ക്വാളിഫൈഡ് അല്ല. പിന്നെ പ്ലഷർ ക്രാഫ്റ്റ്, ഹാർബർ, റിവർ ഫെറീസിലൊക്കെ വരുന്നത്, പിന്നെ ഓഫ്ഷോർ ഇൻസ്റ്റലേഷൻ വരുന്നത്. പിന്നെ ക്വാളിഫയിങ് ഷിപ്പ് വിച്ച് ഇസ് യൂസ്ഡ് ഫോർ ദ ഫിഷിംഗ് വെസൽസ് ഫോർ ദ പീരിയഡ് ഓഫ് മോർ ദാൻ 30 ഡേയ്സിന്റെ കൂടുതൽ പ്രീവിയസ് ഇയറിൽ യൂസ് ചെയ്തിരുന്നു എന്നാണെങ്കിൽ അവിടേക്കും ക്വാളിഫിക്കേഷൻ കിട്ടത്തില്ല. ഓക്കെ,
പിന്നെ നമുക്ക് വരുന്നത് ഈ ടണ്ണേജ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ടണ്ണേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുന്നിലായിട്ട് അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്ന് കൂടി നമ്മൾ നോക്കണം. അപ്പോൾ അപ് ടു 1000 വരെയാണെങ്കിൽ, അതായത് 1000 ടണ്ണ് വരെയാണെങ്കിൽ 70 രൂപ വെച്ചിട്ട്, ഓരോ 100 ടണ്ണിനും 70 രൂപ വെച്ചിട്ടാണ് നമ്മൾ 1000 ടണ്ണ് വരെ കൊടുക്കുന്നത്. പിന്നെ എക്സീഡിംഗ് 1000 ബട്ട് നോട്ട് ലെസ് ദാൻ 10,000 ആണെങ്കിൽ 700 പ്ലസ് 53 ഫോർ ഈച്ച് 100 ടൺ എക്സീഡിംഗ് 1000 ടന്റെ ബേസിസിലാണ് വരുന്നത്. പിന്നെ എക്സീഡിംഗ് 10,000 ബട്ട് നോട്ട് മോർ ദാൻ 25,000 ആണെങ്കിൽ 5,470 പ്ലസ് 42 ഫോർ ഈച്ച് 100 ടൺ എക്സീഡിംഗ് 10,000 ടൺ ആണ്. പിന്നെ എക്സീഡിംഗ് 25,000 ആണെങ്കിൽ 11,770 പ്ലസ് 29 ഫോർ ഈച്ച് 100 ടൺ എക്സീഡിംഗ് 25,000 ടൺ ആണ് വരുന്നത്. ഈ ടണ്ണേജ് എന്ന് പറയുന്ന സമയത്ത് നമ്മളുടെ ഈ ഷിപ്പ് വാലിഡ് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ടാവില്ല, അതിനൊക്കെയാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഡീംഡ് ടണ്ണേജ് എന്ന് പറയുന്നുണ്ട്. അതെന്ന് പറയുമ്പോൾ ടണ്ണേജ് ഇസ് റെസ്പെക്ട് ഓഫ് ദ അറേഞ്ച്മെന്റ്സ് ഓഫ് പർച്ചേസ് ഓഫ് സ്ലോട്ട്സ്, അല്ലെങ്കിൽ സ്ലോട്ട്സ് ക്യാരക്ടറിന്റെ ബേസിൽ വരുന്ന അറേഞ്ച്മെന്റ്സ്, ബ്രേക്ക് ബൾക്ക് വെസൽസ് ഒക്കെ നമുക്ക് അതിന്റെ അണ്ടറിൽ വരും. പിന്നെ ദ ടണ്ണേജ് ഇസ് ടു ബി റൗണ്ട് ഓഫ് ചെയ്തിട്ട് നമ്മൾ നിയർ മൾട്ടിപ്പിളിലോട്ടാണ് നമ്മൾ 100 ആയിട്ട് എടുക്കുന്നത്. അതായത് ഇപ്പോൾ 999 ആണെങ്കിൽ നമ്മളത് 100 ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യും. ഓക്കെ. പിന്നെ പറയുന്നത് നോ ഡിഡക്ഷൻ ഓർ സെറ്റ് ഓഫ് ഇസ് അലൗഡ് ഇൻ കമ്പ്യൂട്ടിംഗ് ദ ടണ്ണേജ് ഇൻകം. ടണ്ണേജ് ഇൻകത്തിന് നമുക്ക് ഡിഡക്ഷൻസോ കാര്യങ്ങളോ ഒന്നും കിട്ടത്തില്ല. ഓക്കെ. കിട്ടുന്ന അമൗണ്ട് നമ്മൾ ടാക്സ് അടച്ചിട്ട് പോകണം. ഓക്കെ. ഇതാണ് നമുക്കിവിടെ പറയുന്നത്. പിന്നെ അതിനുശേഷം കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതൊക്കെ ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കിയേക്കും. ഓക്കെ. പിന്നെ നെക്സ്റ്റ് പറയുന്നത് ടണ്ണേജ് ഇൻകം. ടണ്ണേജ് ഇൻകം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് നമുക്ക് ഇവിടെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് പറയുന്നുണ്ട്. ടണ്ണേജ് ഇൻകം എന്ന് പറയുന്നത് it means the income of a tonnage tax company computed in accordance with the provisions of this chapter. The tonnage income has to be computed accordance with the section, അതായത് നമ്മുടെ പ്രൊവിഷൻ അണ്ടർ സെക്ഷൻ 115 VGന്റെ ബേസിസിലാകണം. Then the income so computed is deemed to be profit chargeable under the head പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷന്റെ ബേസിസിലാണ് നമ്മുടെ ആ സെക്ഷനിലാണ് വരുന്നത്, അതായത് ആ ഹെഡിലാണ് വരുന്നത്. ഓക്കെ. ദെൻ ബർ ഇൻകം ഇസ് സോ കമ്പ്യൂട്ടേഡ് അണ്ടർ സെക്ഷൻ 115 VG ആണെങ്കിൽ ആ റെലവന്റ് ഷിപ്പിംഗ് ഇൻകം എന്ന് പറയുന്നത് വിൽ നോട്ട് ബി ചാർജബിൾ ടു ടാക്സ്. ഓക്കെ. പിന്നെ ഇതിന്റെ കമ്പ്യൂട്ടേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്? കമ്പ്യൂട്ടേഷൻ ചെയ്യുന്ന സമയത്ത് ദ ടണ്ണേജ് ഇൻകം ഫോർ ദ പ്രീവിയസ് ഇയർ ഇസ് അഗ്രീഡ് ഓഫ് ദ ടണ്ണേജ് ഇൻകം ഫോർ ദ ഈച്ച് ക്വാളിഫൈങ് ഷിപ്പിന്റെ ബേസിസിൽ നമ്മൾ എടുക്കും. അതിനുശേഷം ഈ ടണ്ണേജ് ഇൻകം എന്ന് പറയുന്നത് ക്വാളിഫൈങ് ഷിപ്പിന്റെ ബേസിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഓൺ ദ ബേസിസ് ഓഫ് ഡെയിലി ടണ്ണേജ് ആണ്. ദെൻ such ship is multiplied by the number of days of the previous year basis നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. പിന്നെ in the case of ship is operated by the company as for qualifying ship for only part of the previous year ബേസിസിൽ മാത്രമാണെങ്കിൽ the tonnage income of the ship will be calculated on the basis of ഡെയിലി ടണ്ണിന്റെ ബേസിസിൽ മൾട്ടിപ്ലൈങ് ബൈ ദ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ ദ പാർട്ട് ഓഫ് ദ പ്രീവിയസ് ഇയറിന്റെ ബേസിസിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ. പിന്നെ നമ്മുടെ ഈ ടാക്സ് ആക്ഷൻ നടത്തുന്നത് എന്താന്ന് വെച്ചാൽ ഷിപ്പിംഗ് ഇൻകം ഷാൾ നോട്ട് ബി ചാർജബിൾ ടു ടാക്സ് ആസ് പെർ ദ പ്രൊവിഷൻ. നമ്മളുടെ പ്രോഫിറ്റ് ഫ്രം കോർ ആക്ടിവിറ്റീസിന്റെ ബേസിസിലും പ്രോഫിറ്റ് ഫ്രം ഇൻസിഡൻസ് ആക്ടിവിറ്റിന്റെ ബേസിസിലും ചെയ്യത്തില്ല. ദെൻ അതേപോലെ തന്നെ ഇഫ് ദ ഇൻകം ഫ്രം ഇൻസിഡൻഷ്യൽ ആക്ടിവിറ്റീസ് ഇസ് എക്സീഡ് 1/4% ഓഫ് ദ ടേൺ ഓവർ ഫോർ ദ കോർ ആക്ടിവിറ്റീസ് ആണെങ്കിൽ സച്ച് എക്സസ് ഷാൽ ബി ടാക്സബിൾ അണ്ടർ ദ പ്രൊവിഷൻ ആക്ടിന്റെ ബേസിസ് നമ്മൾ ടാക്സ് ചെയ്യും. ഓക്കെ. അപ്പൊ ഇതാണ് നമുക്ക് ടണ്ണേജിൽ പറയുന്നത്. പിന്നെ ടണ്ണേജ് ഇൻകത്തിന്റെ പ്രോബ്ലം ആണ്. ടണ്ണേജ് ഇൻകത്തിന്റെ പ്രോബ്ലത്തിൽ ഒറ്റൊരു പ്രോബ്ലം ആ ഒരു ടൈപ്പിൽ മാത്രമേ നമുക്ക് ചോദിച്ചിട്ടുള്ളൂ. 2-3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, 2-3 ടൈംസ് എന്തോ ചോദിച്ചിട്ടുണ്ട്, പക്ഷെ സെയിം പ്രോബ്ലംസ് തന്നെയാണ്. ഓക്കെ. അപ്പൊ നമ്മൾ ആ പ്രോബ്ലം എന്താണെന്നുള്ളത് നോക്കാം. From the following information, you are required to compute tonnage tax payable by a tonnage tax company for the assessment year 2024-25 ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ദ കമ്പനി ഹാസ് 2 ക്വാളിഫൈങ് ഷിപ്പ്. 2 ക്വാളിഫൈങ് ഷിപ്പാണ് അവർക്കുള്ളത്. അതിന്റെ നെറ്റ് ടണ്ണേജ് എന്ന് പറയുന്നത് ഷിപ്പ് 1ന് 28,729 ആണ്, 400 kg ആണ് വരുന്നത്. ദെൻ ഷിപ്പ് 2ലാണെങ്കിൽ 16,550 ആണ്, 500 kg ടണ്ണാണ് വരുന്നത്. ഷിപ്പ് 1 ടേൺസ് ഫോർ 365 ഡേയ്സ്, 365 ദിവസവും. ഷിപ്പ് 2 എന്ന് പറയുന്നത് 180 ദിവസമാണ് പ്രീവിയസ് ഇയറിൽ പോയിട്ടുള്ളത്. അതിന്റെ ടേൺ ഓവർ കോർ ആക്ടിവിറ്റീസ് 30 ലക്ഷവും ദെൻ അതിന്റെ പ്രോഫിറ്റ് ഫ്രം ഇൻസിഡൻഷ്യൽ ആക്ടിവിറ്റീസ് 8 ലക്ഷം രൂപയാണ് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ടുള്ളത്. ഓക്കെ. അപ്പൊ നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോവാം. ഇതിൽ നമുക്ക് പറഞ്ഞിട്ടുള്ളത് നമ്മൾ പറഞ്ഞു നമുക്ക് തന്നിട്ടുള്ള ഈ സംഭവം എന്ന് പറഞ്ഞാൽ റൗണ്ട് ഓഫ് ചെയ്ത് എടുക്കും എന്നുള്ളത്. അപ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ ഷിപ്പ് 1ന്റെ ബേസിസിൽ 28,729 നമ്മൾ 28,700 ആയിട്ട് റൗണ്ട് ഓഫ് ചെയ്തു, 400 kg തന്നെയാണ്. പിന്നെ നെറ്റ് ടണ്ണേജിന് ഷിപ്പ് 2ന് 16,550 ഇരുന്നു, അതിന് നമ്മൾ 16,600 ആയിട്ട് എടുത്തു 500 kg. ഓക്കെ. അപ്പൊ ഷിപ്പ് 1ന്റെ ഡീംഡ് ഇൻകം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ
മൊത്തം നമുക്ക് എത്രയാണ് ഉള്ളത്? 28,700 ഉള്ളത്. അപ്പോൾ അതിൽ 1000 ടണ്ണ് വരെ 1000 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 700. അപ്പൊ 700 രൂപയാണ് ആദ്യം വരുന്നത്. പിന്നെ ബാക്കിയുള്ള 9000 നെക്സ്റ്റ് 9000 നമ്മൾക്ക് 9000 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 53 4740 വരുന്നത്. പിന്നെ നെക്സ്റ്റ് ഉള്ള 15,000 15,000 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 40,000 42 ആണ്. 42 നമ്മൾക്ക് 6300. പിന്നെ ബാലൻസ് 3700 3700 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 29 1073 വരുന്നത്. ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അപ് ടു 1000 എന്ന് പറഞ്ഞു. അപ് ടു 1000 എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞില്ലേ? 1000 ടൺ വരെ 70 രൂപ. അപ്പൊ 1000 ടണ്ണ് ഡിവൈഡഡ് ബൈ 100 ടൺ ആണല്ലോ 70 രൂപ. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു 10,000 വരെയാണ്. അപ്പൊ 9,000 ബേസിസ് നമ്മൾ എടുക്കും. അപ്പൊ 9,000 ഡിവൈഡഡ് ബൈ 100 53 റുപ്പീസ് നമുക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ നെക്സ്റ്റ് 15,000 ബേസിസിൽ ഇപ്പൊ 15,000 വരുന്ന സ്ഥലത്ത് 42 റുപ്പീസ് ആണ് അവിടെ വരുന്നത്. പിന്നെ ബാലൻസ് 3700 ടൺ ആണ് ഇവിടെ ബാലൻസ് കിടപ്പുള്ളത്. അപ്പൊ 3700 ഡിവൈഡഡ് ബൈ 100 29 രൂപയാണ് വരുന്നത്. അങ്ങനെ നമുക്ക് മൊത്തം നോക്കുകയാണെങ്കിൽ 12,843 ആണ് നമുക്ക് വരുന്നത് ഷിപ്പ് 1-ന്. ഷിപ്പ് 2-ന് നമുക്ക് നോക്കുകയാണെങ്കിൽ 16,600 നമ്മൾ എടുത്തിട്ടുള്ളത്. 1000 ബേസിസിൽ നോക്കുകയാണെങ്കിൽ 700 രൂപയും ബാക്കിയുള്ളതിന് 9,000 രൂപന്റെ ബേസിസിൽ നമ്മൾ എടുക്കും. 53 രൂപ 4,770. പിന്നെ ബാലൻസ് നമുക്ക് അവിടെ കിടക്കുന്നത് 6,600 രൂപയാണ്. 6,600 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 42 ചെയ്യുകയാണെങ്കിൽ 2,772 ആണ് നമുക്ക് വരുന്നത്. അപ്പൊ അത് മൊത്തം ടോട്ടൽ ചെയ്യുമ്പോൾ 8,242 രൂപ നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ ഷിപ്പ് 1-ന് നമുക്ക് 365 ദിവസമാണ് അത് പോയത്. 365 ദിവസത്തിന് 46,87,695 രൂപ വരുന്നുണ്ട്. ഷിപ്പ് 2 പോയത് 150 ദിവസത്തിലാണ്. കാൽക്കുലേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് 8,242 രൂപ കിട്ടി. 12,36,300 രൂപയാണ് നമുക്ക് പ്രീവിയസ് ഇയറിൽ വന്നത്. അങ്ങനെ മൊത്തം 59,23,995 രൂപയാണ് നമുക്ക് ടോട്ടൽ കിട്ടിയിട്ടുള്ളത്. ഇതിന്റെ ബേസിസിൽ നമുക്ക് കോർ ആക്ടിവിറ്റീസിന് 30 ലക്ഷം പറഞ്ഞിട്ടുണ്ട്. പ്രോഫിറ്റ് കിട്ടിയത് 8 ലക്ഷം രൂപയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന് നമ്മൾ പറഞ്ഞു ഈ പ്രോഫിറ്റ് ഇൻസിഡൻഷ്യൽ 1/4 കൂടുതലാണ് എന്നാണെങ്കിൽ അതിന്റെ ബേസിസിൽ നമ്മൾ എടുക്കുന്നു പറഞ്ഞു. അപ്പൊ 30 ലക്ഷത്തിന്റെ 1/4 എന്ന് പറയുമ്പോൾ 7.5 ലക്ഷമാണ് വരുന്നത്. അതായത് 7,50,000 ആണ് നമുക്ക് വരുന്നത്. അപ്പൊ ഈ പ്രൊവിഷൻ ആക്ടിന്റെ ബേസിസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ 8 ലക്ഷത്തിൽ നിന്ന് നമ്മൾ 7,50,000 മൈനസ് ചെയ്യുന്ന സമയത്ത് ബാക്കി 50,000 രൂപയാണ് നമുക്ക് ഇവിടെ കിടക്കുന്നത്. ടോട്ടൽ ഇൻകം നമുക്ക് കിട്ടിയിട്ടുള്ളത് 59,23,995 ആണല്ലോ. അതിന്റെ കൂടി 50,000 കൂടി പ്ലസ് ചെയ്യണം. പ്ലസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 59,73,995 ആണ് കിട്ടുന്നത്. ഇതിന് അതിനുശേഷം നമ്മൾ അതിന് ടാക്സ് കൊടുക്കുന്നത് 30% ടാക്സ് കൊടുക്കുന്നത്. ഓക്കെ, 30% ടാക്സ് കൊടുക്കുമ്പോൾ 17,92,200 ആണ്. ദെൻ അതിന്റെ സെസ് ആണ്. സെസ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് 71,688 ആണ്. രണ്ടും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് 18,63,888. റൗണ്ട് ഓഫ് ചെയ്ത് എടുത്തിരിക്കുകയാണ് 18,63,890. ഓക്കെ, നിങ്ങൾക്ക് റൗണ്ട് ഓഫ് ചെയ്യാൻ കിട്ടിയില്ല എന്നാണെങ്കിൽ അവിടെ അങ്ങനെ തന്നെ വെച്ചോളൂ. ഓക്കെ, അതായത് ലാസ്റ്റ് ഈ കിട്ടുന്ന ഇൻകംസിന്റെ കാര്യങ്ങളാണ്. ജസ്റ്റ് നിങ്ങൾ റൗണ്ട് ഓഫ് ചെയ്ത് എടുത്തിട്ട് നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾ അങ്ങനെ ചെയ്തില്ല എന്നാണെങ്കിലും വലിയ വേരിയേഷൻ ഒന്നും വരാനൊന്നും പോകില്ല. ഒരു ചെറിയ വേരിയേഷൻസ് ഒക്കെ വരുന്നുള്ളൂ. പക്ഷെ എന്നാലും നിങ്ങൾ റൗണ്ട് ഓഫ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റില്ല. അതിന്റെ ബേസിസിലാണ് നമ്മൾ ഈ ടണ്ണേജ് തന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ടണ്ണേജിൽ വരുന്നത്. ഇങ്ങനത്തെ പ്രോബ്ലംസ് തന്നെയാണ് ടണ്ണേജിൽ ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾക്ക് നമ്മളുടെ കമ്പനിയുടെ അസസ്മെന്റിൽ വരുന്നത്. ഇതല്ലാതെ തന്നെ നമ്മുടെ കമ്പനിയുടെ, അതായത് ഡൊമസ്റ്റിക് കമ്പനി, വേൾഡ് കമ്പനി ഒക്കെ നമ്മൾ പഠിച്ചല്ലോ. അതിന്റെ ബേസിസിൽ കുറേ പ്രോബ്ലംസ് ഇതിലുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. അല്ലാന്നാണെങ്കിൽ ഈ പ്രോബ്ലം എങ്കിലും നിങ്ങൾ നോക്കി പോകുക. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഈ കമ്പനിയുടെ അസസ്മെന്റിൽ വരുന്നത്. അപ്പൊ ഈ ചാപ്റ്റർ കുറച്ചുകൂടി നിങ്ങൾക്ക് എളുപ്പമാണ്. അപ്പൊ നിങ്ങളതൊന്നും വിട്ട് കളയരുത്. ഓക്കെ, പ്രോബ്ലംസ് ഒക്കെ നമുക്ക് എളുപ്പമായിട്ട് കുറച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ബിക്കോസ് നമുക്ക് സ്റ്റെപ്പിന് മാർക്കുള്ളതുകൊണ്ട് അപ്പൊ അത് കുഴപ്പമില്ല. നമുക്ക് ഏകദേശം നമ്മൾ ആ രീതിയിലോട്ടൊന്നും എത്തുകയല്ലേ, ആൻസറിലോട്ട് എത്തില്ല എന്നാണെങ്കിലും നമ്മൾ ഏകദേശം ആ സ്റ്റെപ്പിലോട്ടൊക്കെ ഇങ്ങനെ കടന്നു വരുമല്ലോ. ഓക്കെ, അപ്പൊ നിങ്ങൾ കമ്പനീസ് ഒന്നും സ്കിപ്പ് ചെയ്യാതെ പഠിച്ചിട്ട്. ഓക്കെ, 2 വെയിറ്റേജ് 3 വെയിറ്റേജ് 5 വെയിറ്റേജ് 3നും കൂടി വരുന്ന ഒരു ചാപ്റ്ററാണ് ഈ കമ്പനിയുടെ ചാപ്റ്റർ.